ഹോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല സൂപ്പർ നെയ്മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനകത്തേക്ക് ഒരു ജാറിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ഇഞ്ചി, 3-4 ഉള്ളി, കൊച്ചുള്ളി അരിഞ്ഞത്, 2 പിടിയോളം തേങ്ങ. ഇത്രയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് അടിച്ചുകൊണ്ട് വന്ന ഈ തേങ്ങാക്കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ 4-5 കഷ്ണം പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ജാറിലേക്ക് ഒഴിച്ച് എല്ലാം അരപ്പും നല്ലവണ്ണം കുലുക്കി ഇതിനകത്തേക്ക് ചേർക്കേണ്ടതാണ്. ബാക്കി പോരാത്തത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും ഇട്ട് ഇനി ഒന്ന് തിളയ്ക്കുവാൻ വേണ്ടി അനുവദിക്കുക. ഇതിനകത്തേക്ക് വീണ്ടും ഞാൻ 3-4 കഷ്ണം ഇഞ്ചിയും, ഒരു 2 മുളക് നീളത്തിൽ അരിഞ്ഞതും, 2 കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് അനുവദിക്കാം. ഇപ്പോൾ കറിയെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വച്ചിരിക്കുന്ന 600 ഗ്രാം നെയ്മീനുണ്ട്. ഇത് നല്ലോണം വൃത്തിയാക്കി നല്ല ഉളുമ്പെല്ലാം കളഞ്ഞ് തേച്ച് വെളുപ്പിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ നെയ്മീൻ ക്ലീൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് ഈ അരപ്പിലത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് കയ്യിൽ കൊണ്ട് തന്നെ മീനൊക്കെ ഒന്ന് പതുക്കെ ഈ അരപ്പിലത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒരല്പം ഇതിൻ്റെ മേലിലേക്ക് അരപ്പൊന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാം അരപ്പും ഇതിനകത്തേക്ക് തന്നെ പിടിക്കും. ഇതുപോലെ ഇളക്കാതെ തന്നെ ഇങ്ങനെ സോഫ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം നെയ്മീനാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇളക്കാനൊന്നും ആരും നിൽക്കരുത്. ഇനി നമുക്ക് പാത്രം മൂടി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചാറൊക്കെ വറ്റി നല്ലോണം വന്നിട്ടുണ്ട്. ചാറിന് നല്ല കൊഴുപ്പുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഒത്തിരി വറ്റിക്കുന്നില്ല. മുളക് ആവശ്യമുള്ളവർ ഇനിയും വീണ്ടും മുളക് ചേർക്കാവുന്നതാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.